നമ്മളെ വീട്ടിനപ്പുറത്തെ കല്യാണി ചേച്ചില്ലേ, ആ ഓറ് ആ വീട്ടിൽ അങ്ങ് വന്നു. അങ്ങ് താഴത്തുള്ള ആ ആ അപ്പൊ ഞാൻ കേട്ടതാ, ഞാൻ മിറ്റടിച്ച് വരുന്നുണ്ട്. ആ അപ്പൊ അമ്മയോട് ഇങ്ങനെ പറയുന്ന കേട്ടിരുന്നു, ആ മറ്റേ ഒരു പെണ്ണിന്റെ കാര്യം പറയുന്ന കേട്ടെ. ഇത് വീട്ടിലെ പെണ്ണാന്നു. ഏതാ അടുത്ത ഓറ് ഓർക്കറിയുന്നൊരു പെണ്ണാണ് ഈ അടുത്തുള്ള. ആ എന്നിട്ട് പറഞ്ഞേ പിന്നെ ആ പെണ്ണ് ഇന്ന് ഏതോ എത്തുന്ന വെച്ച് പോയി കളഞ്ഞത്. ആ ആ പെണ്ണ് 2-3 വെച്ച് ആദ്യമേ പോയിന്ന് പറഞ്ഞു. ആ അതേതാണ്? ഇത് നിങ്ങൾക്കറിയാം? കല്യാണിച്ചിന്റെ വീടിനടുത്തുള്ളതാ? ആ ഉം. കുറച്ച് ഇങ്ങനെ മറ്റേ ഇതെല്ലാം വന്നു പറയുന്നില്ലേ സാധാരണ. ആ ഉം. ആ മനസ്സിലായി മനസ്സിലായി. ഉം. പെണ്ണ് ഇങ്ങനെ പെണ്ണിന് തന്നെയാവും പണി. ആ ഇങ്ങനെ അത് ആരോഗ്യത്തിന് മനസ്സിലായി. പോവാ, കുറച്ച് കൃഷി ഇറക്കുക. കുറച്ച് തടിച്ചിട്ടുള്ളൊരു പെണ്ണല്ലേ? ആ ആ ആളെ അറിയാം ആളെ അറിയാം. വലിയ ഗുണമൊന്നുമില്ല, എന്നാലും ആ എന്നാലും ഗുണമില്ലെങ്കിലും കുറച്ച് കാഴ്ചക്കൊക്കെ ഉള്ള ഒരാളാവും. ഞാൻ പെണ്ണ് കുറച്ചൊരു മറ്റേ എന്ന് പറയണ്ടേ ഉം. ഒരു തുള്ളിക്കളിയിലെ പെണ്ണോ ഉം, ഉം, ഉം. അങ്ങനെയാ പറയുന്നട്ടെ. അതെനിക്ക് അറിയുന്നതാന്ന് അറിയാം. ഉം. അറിയാവോ? ഓ അത് അറിയാവോ എന്നിട്ട് സംശയമൊന്നും വരണ്ട. അതായത് ചോദിച്ചത്. ആ അത് എന്നുവെച്ചാല് ആൾക്കാർക്ക് കൃഷി ഇറക്കണമെങ്കിൽ കൃഷിസ്ഥലമൊക്കെ പാട്ടത്തിന് കൊടുക്കുന്ന ടൈപ്പാണ്. മുമ്പൊരിക്കൊരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ. ഇത് ആ സ്കൂളിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഇത് കൃഷി ഇറക്കാൻ കൊടുത്തിട്ട് നോക്കുമ്പോൾ കൃഷി നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ആൾക്കാരൊക്കെ കണ്ടിട്ട് പിടിച്ചെടുക്കുക പ്രശ്നമായതാണ്. പിടിച്ചിട്ട് അതാണ് കല്യാണി ചേർന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ പോയിട്ട് കൃഷി ഇറക്കിയിട്ട് വന്ന പെണ്ണാണ്. 4-5 4-5 കൃഷി ഇറക്കല് അങ്ങനെയാ പറഞ്ഞത്. എണ്ണെല്ലാം കിട്ടി ശരിക്കും കറക്റ്റായിട്ട്. ഞാന് മിറ്റടിക്കുമ്പോ ഇങ്ങനെ ഇവരെ അമ്മയോട് പറയുന്നതാണ്. നീ ആളെ കണ്ടില്ലെങ്കിലും? ഞാന് കണ്ടിട്ടില്ല എനിക്കൊരു ഓർമ്മ. ആ കണ്ടു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഇതൊരു ഭയങ്കര കൃഷിസ്ഥലാണല്ലോ. അത്രക്ക് കാണാൻ മാത്രമുണ്ട്. നല്ല ഗുമ്മുള്ളൊരു ഉരുപ്പടിയാണ്. വെറുതെയല്ല കൃഷി ഇറക്കാൻ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ എല്ലാവർക്കും ഒന്നും പാടെ കൊടുക്കൂല. അത് അവർക്ക് ഒരു ഇഷ്ടമൊക്കെ തോന്നി ആകുമ്പം തലയിൽ ഇഷ്ടപ്പെടണല്ലേ? കൃഷിക്കാരന് ഇഷ്ടപ്പെടണം. പിന്നെ കൃഷിക്കാരന് എന്തായാലും സ്ഥലം ഇഷ്ടപ്പെടും. കാരണം കാഴ്ചക്ക് നല്ല നല്ല രസമുള്ള സ്ഥലമാണ്. സ്ഥലം എന്നുവെച്ചാൽ നീ പേടിക്കണ്ട. ഞാൻ പേടിക്കുന്നൊന്നുമില്ല. ഞാൻ പേടിക്കുന്ന എന്നിട്ട് അത് കേട്ട് നല്ലോണം അങ്ങ് സൂചിച്ചാ അധികം സൂചിപ്പിക്കണ്ട. ഇതെല്ലാം മനസ്സിലായേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ കേൾക്കാനുണ്ടാവും. ഇനി അതും കേട്ടിട്ട് അതിന്റെ പുറകെ പോകുന്ന കേട്ടോ. കൃഷി ഇറക്കാണ് കാളില്ലേ പിന്നെന്തിനാ. കൃഷിയെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് വന്നിട്ട് ചെയ്യാം. അല്ലാണ്ട് നാട്ടിലോട്ടെല്ലാം കൃഷി ഇറക്കുന്ന കണ്ടിട്ട് ഇത് എങ്ങനെയാ പറ്റുന്നത്? എങ്ങനെ കൃഷി ഇറക്കാനാ? ഇത് 4-5 അത് ചില ആൾക്കാർ എങ്ങനെയാന്ന്, ചില കൂട്ടർ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും, ബോർഡ് വെച്ചിട്ടുണ്ടാവും, സ്ഥലം വാടകയ്ക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ? ഇത് നോക്കിയിട്ട് നടത്താനും പണിയില്ലേ? അതൊക്കെയുണ്ട്. അതൊക്കെ കഴിവല്ലേ, കഴിവ്. എടുത്താ പോരല്ലോ പാട്ടത്തിന്. പാട്ടത്തിന് എടുത്താൽ പോലെ നല്ല പാട്ടത്തിന് കൊടുക്കാൻ മാത്രം ഉണ്ട്. അപ്പൊ ഇത് വിളഞ്ഞ് മറ്റേ ഇതാവോ? വിളഞ്ഞിങ്ങനെ നിൽക്കുന്ന ആയതുകൊണ്ടല്ലേ ആൾക്കാർ കൃഷിസ്ഥലം നല്ല വിളഞ്ഞ് വിത്തിറക്കിയാൽ വേഗം വിളയും. പക്ഷെങ്കില് അമ്മാതിരി സ്ഥലം വിത്ത് വെറുതെ ഇങ്ങനെ കാണിച്ചാൽ മതി. അങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്.
ഉം. ഒരാളല്ല, ഒരു 2-3 ആൾക്കാരുണ്ട്. അവരെല്ലാവർക്കും ഈ പണിയല്ല, ഈ ഒരാള് മാത്രമാണ് പ്രധാനമായിട്ടുള്ളത് കൃഷി. കിട്ടിയവർക്ക് ഭാഗ്യം തന്നെ അല്ലേ? കിട്ടിയോടൊക്കെ ഭാഗ്യം തന്നെ. അർമാദിച്ചിട്ട് കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കഠിനാധ്വാനം ചെയ്യാണ്ട് കഠിനാധ്വാനം ചിലപ്പോ ചെയ്യേണ്ടി വരും. അത്രക്ക് വലിയ സ്ഥലം. എന്നുവെച്ചാല് എന്താ പറയാ, ഒരുപാട് സ്ഥലമുണ്ട്. കിട്ടുന്ന ആൾക്ക് നല്ല ലക്കാണ്. നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് കൃഷിക്കാരനുണ്ട്, എല്ലാം ഉണ്ട്. കൃഷി ചെയ്യാൻ സമയത്ത് അവിടെ കിട്ടുന്ന അറിയാം മൂളലിന്റെ അർത്ഥം. നമുക്ക് കൃഷിയൊക്കെ ചെയ്യാന്ന് നന്നായിട്ടൊരു മഴയൊക്കെ പെയ്യുമ്പോ നല്ല മണ്ണ് നല്ല നനഞ്ഞ് കുതിർത്തിങ്ങനെ നിൽക്കൂലേ, അന്നേരമാണ് കൃഷി ചെയ്യേണ്ടത്. അല്ല, ഈ കൃഷി ചെയ്യുമ്പോ കളവുണ്ടൂലേ? കള പറിച്ചു കളയോ? അതെ, കൃഷി ചെയ്യുമ്പോ കള പറിച്ചോണ്ടിരിക്കണം, പറിച്ചു കളയണം. പറിച്ചു കളയോ? കളയൂലേ, കള പറിച്ചു കളയണം കേട്ടോ. അല്ല ഈ 4-5 ആള് കൃഷി ചെയ്യുമ്പോ ഈ കള ഉണ്ടാവൂല. അല്ല, അത് ഈ പ്രോപ്പർട്ടിന്റെ ഉടമ തന്നെ നല്ല വൃത്തിയാക്കി വെക്കും. ഈ പുല്ലൊക്കെ പൊന്തിയിട്ടുണ്ടാവുമല്ലോ, കള, അതൊക്കെ നല്ല ചെത്തിക്കോരി വൃത്തിയാക്കി സൂക്ഷിക്കും. പുതിയ പുല്ലൊന്നും പൊന്താണ്ടിങ്ങനെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രധാനപ്പെട്ട ഒരു കളയില്ല ഇങ്ങനെ വരെ? പ്രധാനപ്പെട്ട കളയാ? അതെന്ത് കളയാ? അതുണ്ട്, അത് വരാണ്ടിരിക്കാനെന്ന്. പ്രധാനപ്പെട്ട കള തന്നെയാ പറഞ്ഞത്. അത് വരുന്നതിന് കണക്കായിട്ട് ചെത്തിക്കോരി വൃത്തിയാക്കും. അത് ചെറിയ പുല്ലും ഇതല്ല. വേറെന്ത് കളയാ? പിന്നെ വിത്തിന്റെ ഒന്നിച്ച് തന്നെ വിത്ത് ഇടുമ്പോ പിന്നെ അത് മുളക്കുമ്പോ അതിനൊരു കളയും ഉണ്ടാവും. അത് പിന്നെ ഇല്ലാണ്ടാക്കാൻ ഇവര്. അതായത് വിത്ത് മുളച്ചു വരുമ്പോ ആ വിത്തിന്റെ കായ് എന്നയ്യോ നയിക്കുന്നു. അത് കളയല്ലല്ലോ, അതല്ലേ വിത്ത്. മോശല്ലേ? അതല്ല, അവരെങ്ങനെയെങ്കിലും കളയേണ്ട എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ഉണ്ടാവും. അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ പാട്ടകൃഷിയിൽ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഈ പാട്ടകൃഷിയില് വിത്തിറക്കാൻ പോയിട്ടില്ല, എന്നാലേ അതിനെപ്പറ്റി അറിയുള്ളൂ. നമ്മള് സ്വന്തം സ്ഥലം മേടിച്ച് അതിനകത്ത് കുറച്ചു കാലം കൃഷി ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, മനസ്സിലായോ? എന്നിട്ടിപ്പോ കൃഷിസ്ഥലം ഇങ്ങനെ കുതിർന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്, കൃഷി ചെയ്യുന്നു. കള പൊന്തേണ്ട സമയമില്ല. കളന്ന് പറഞ്ഞാൽ മനസ്സിലായ? അത് ഓരോ മഴക്കും ഇങ്ങനെ പൊന്തിക്കൊണ്ട് അത് ചെത്തിക്കൊരു വൃത്തിയായിക്കൊണ്ടിരിക്കണ്ടേ. വെള്ളം നനയുന്നതിനനുസരിച്ച് പൊന്തു. എന്ന് പറയുന്ന സാധനം അത്ര വേഗം പൊന്തുവാന്നറിയാം. അത് ഇങ്ങനെ വൃത്തിക്ക് ഇങ്ങനെ ചെത്തി ചെത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചെത്തിയാലും പൊന്തു. അതെ, പൊന്തുന്നതിന് കണക്കായിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, കൊറേ കീടനാശിനികൾ മറ്റ് മോശമായിപ്പോലെ, സ്ഥലം മോശമായിപ്പോലെ. നമുക്ക് കീടങ്ങൾ പെരുകുന്നതിനാണ് വലിയ ഇത് വരുക. തവളേനെ വളർത്തും. തവളേനെ വളർത്താൻ പറ്റിയ സ്ഥലമാണോ? കുളം ഉണ്ടാവൂല. ഈ അവരെന്നിട്ട് എന്ത് കൃഷിയാ നടത്തല്? പൂക്കള് ഉള്ള കൃഷിയാവില്ല നടത്തല്? പിന്നെ വേറെന്താ പറഞ്ഞേ? അറിയില്ലായിരിക്കൂലേ, പച്ചക്കറിയോ നെല്ലോ എന്തെങ്കിലും. പച്ചക്കറി ഒന്നും ആയിരിക്കൂല. ഇപ്പൊ അധികം നാട്ടിലൊക്കെ ഡിമാൻഡുള്ള കൃഷി എന്താ പറയാ, ഈ റംബൂട്ടാനല്ല, കുക്കമ്പറും വഴുതിനൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അതൊന്നും ഇപ്പൊ കിട്ടാനില്ല. അത് നമ്മുടെ നാട്ടിൽ ഇപ്പം കയറ്റി വരുന്ന കൂടുതൽ സാധനം അതല്ലേ.
ഉം, ചൂട് സമയത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണല്ലോ കുക്കുംബറൊക്കെ. കക്കിരി ഉം, കക്കിരി ഉം, ആ കൃഷിയാണ് കൂടുതൽ നടത്തുന്നത് പറയുന്നത്. അതിന് നല്ല ചെലവാന്ന് പറയുന്നുണ്ട് നാട്ടിൽ. ഉം, ഉം. ഈ കൃഷി ചെയ്യാതെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അത് അവര് ഈ സാധനമാണ് കൂടുതൽ വാങ്ങിച്ച് ഉം. അപ്പൊ ഈ വലിയ കൃഷി കഴിക്കുന്നത്. ചെയ്യുന്നവരായിരിക്കും ഈ റംബൂട്ടാനും മറ്റേ ഇതെല്ലാം നടും ഇതല്ലേ ചെയ്യുന്നെ? റംബൂട്ടാൻ, ചില കൂട്ടർ അല്ലേ? കരിക്ക് കൃഷിയൊക്കെ ചെയ്യും. അതെ. ഉം. ഉം. അത് ഉം. ഈ നീ പറഞ്ഞ ആ, കൃഷി ചെയ്യുന്ന പാട്ടത്തിന് കൊടുക്കുന്നവര് ഉം. അവരുടെ പറമ്പിൽ നല്ല വണ്ണുള്ളതാണ് കരിക്കല്ലോ. ഏ, കുടിക്കാൻ പറ്റിയതായിരിക്കും. നീ കണ്ടിട്ടില്ലല്ലോ മറ്റേ ഇതില്ല ആയിരിക്കും അല്ലേ? ഇത്. തേങ്ങ ആക്കാതെ കഴിക്കും. തേങ്ങയാവൂല, കരിക്ക് മാത്രം. നല്ല രസമുണ്ടോ? അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തേങ്ങയായാലും പിന്നെ അത് കൊള്ളൂലെന്ന് പറയും. ഉള്ളൂല്ലാതെ തേങ്ങയാവൂല, കരിക്ക് തന്നെയാണ്. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടത്തേക്ക് പോകുന്നത് കരിക്ക് കുടിക്കാനായി. ഞാൻ നാട്ടിൽ വന്നേരം മുമ്പൊക്കെ ഇടക്ക് അതിലൂടെയൊക്കെ പോന്നാണല്ലോ.